മാർക്കറ്റിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമ്മളോടൊപ്പം പങ്കുവെക്കുന്നതിനായിട്ട് നമുക്ക് പ്രദീപ് സാറിനെ വെൽക്കം ചെയ്യാം. ഗുഡ് മോർണിംഗ് പ്രദീപ് സാർ, വെൽക്കം ടു ദ ഷോ. മോർണിംഗ് പ്രിയ, മോർണിംഗ് വ്യൂവേഴ്സ്. കഴിഞ്ഞ സെഷനിൽ US വിപണിയെ സംബന്ധിച്ച് ശക്തമായിട്ടുള്ളൊരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും കോർപ്പറേറ്റ് ഏർണിംഗ്സ് പല കമ്പനികളും മികച്ച നമ്പേഴ്സ് ഒക്കെ തന്നെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടെസ്ല കഴിഞ്ഞ സെഷനിൽ 15% ഒരു മുന്നേറ്റം കഴിഞ്ഞൊരു സെഷനിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിച്ചിരുന്നു. ആപ്പിളിന്റെ ഓഹരികളിലും 2% നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ US വിപണി അവസാന നിമിഷങ്ങൾ നേട്ടത്തിൽ തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. US വിപണിയെ സംബന്ധിച്ച് ഇനി പ്രധാനമായിട്ട് മുന്നോട്ടേക്ക് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? So Priya, undertone in American markets long term നോക്കിക്കഴിഞ്ഞാൽ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ഷോർട്ട് ടേമിൽ നമുക്ക് ആ ബെയറിഷ്നെസ്സിൽ നിന്നും തിരിച്ച് ബുള്ളിഷായി എന്ന് പറയാൻ ആകുന്നില്ല ഇപ്പോഴും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ 38,800 പോയിന്റ്സ് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ. At the same time, Nasdaq index നോക്കുമ്പോഴേക്കും 18,000 പോയിന്റ്സ് വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് ആയിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കത്തില്ല. സോ വി ഹാവ് ടു വെയിറ്റ് ആൻഡ് സി. പ്രിയ ഇപ്പോൾ പറഞ്ഞ ടെസ്ലയുടെ കേസിൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നല്ലൊരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ടെസ്ലയുടെ കേസിൽ ഈ ഏപ്രിൽ മാസത്തിൽ ആയിരുന്നു അതിൻ്റെ ഒരു 52 വീക്ക് ലോ നമുക്ക് കാണാൻ സാധിച്ച അറൌണ്ട് $140. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പല ദിവസങ്ങളും ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു സ്റ്റോക്ക് നൽകിയിരിക്കുന്നത്. ആൻഡ് ടെസ്ലയുടെ കേസിൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിക്കഴിഞ്ഞു. ബട്ട് ടെസ്ലയുടെ കേസിൽ $220 എത്തുമ്പോഴേക്കും വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യും. കമോഡിറ്റി മാർക്കറ്റ്സിൽ നിന്നിപ്പോൾ ക്രൂഡിനെ സംബന്ധിച്ച് ഡെറിവേറ്റീവ്സിൽ നോക്കുകയാണെങ്കിൽ ബാരലിന് 87.2 എന്ന റേഞ്ചിൽ 1% ഒരു ഇടിവിലാണ് ബ്രന്റ് ക്രൂഡ് മുന്നോട്ട് പോകുന്നത്. ക്രൂഡിനെ സംബന്ധിച്ച് ഇനി പ്രധാനമായിട്ടും സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? സോ ക്രൂഡിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബുള്ളിഷായി തുടരുന്നുണ്ട്. ബട്ട് അറ്റ് ദ മൊമെന്റ് നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരവും ക്രൂഡിന്റെ കേസിൽ കാണാൻ സാധിക്കുന്നില്ല. നമ്മൾ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത് $80. ആൻഡ് ഈ ഒരു $80 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ക്രൂഡിന്റെ കേസിൽ ഒരു വലിയൊരു ഇടിവ് നടക്കും. ആൻഡ് അറ്റ് ദ സെയിം ടൈം ക്രൂഡിന്റെ കേസിൽ തിരിച്ചൊരു ബുള്ളിഷ് മൊമെന്റം നമുക്ക് കാണാൻ സാധിക്കണമെങ്കിൽ $85 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. സോ ബിറ്റ്വീൻ $80 and $85 അതൊരു സൈഡ് വേസ് പാറ്റേണിലായിരിക്കും ക്രൂഡ് ട്രേഡ് ചെയ്യാൻ പോകുന്നത്. ഗോൾഡിനെ സംബന്ധിച്ചും 0.15% ഒരു നേരിയ ഇടിവ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ട്രായ് ഔൺസിന് 2330.95 എന്ന റേഞ്ചിലാണ് ഡെറിവേറ്റീവ്സിൽ മുന്നോട്ട് പോകുന്നത്. ഗോൾഡിൽ ഇനി പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സ്വർണത്തിന്റെ കേസിൽ അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി വെരി ബുള്ളിഷ്. എങ്കിലും നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരവും സ്വർണത്തിന്റെ കേസിൽ കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ $2,290 ലെവലിൽ വി ഹാവ് ടു മെയിൻറ്റെയിൻ എ സപ്പോർട്ട് സ്റ്റോപ്പ് ലോസ്. പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. ആഭ്യന്തര വിപണിയിലേക്ക് വരുന്ന സമയത്ത് കഴിഞ്ഞ സെഷനിൽ ഒരു നല്ലൊരു മൂവ്മെന്റ് കാണാൻ സാധിച്ചിരുന്നു. അവസാന മണിക്കൂറുകൾ പ്രത്യേകിച്ചും ശക്തമായിട്ടുള്ളൊരു മുന്നേറ്റം നമുക്ക് കണ്ടിരുന്നു. 22,643 എന്ന റേഞ്ചിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിലും കഴിഞ്ഞൊരു ഇൻട്രാഡേ സെഷനിൽ 22,655 എന്നൊരു ഇൻട്രാഡേ ഹൈയിലേക്ക് ഉയരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഏഷ്യൻ വിപണികളിലും ഗിഫ്റ്റ് നിഫ്റ്റിയും ഒക്കെ തന്നെ ഒരു പോസിറ്റീവ് നോട്ടിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? ഒരു ഫ്രഷ് ഓൾ ടൈം ഹൈയിലേക്ക് കുതിക്കാൻ നിഫ്റ്റിക്ക് സാധിക്കുമോ? നല്ല ചാൻസസ് കാണുന്നുണ്ട്. നിഫ്റ്റി 50 നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ നൽകാനായിട്ട്. Undertone in the Nifty continues to be very, very bullish. And ഈ ആഴ്ച തന്നെ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ നിഫ്റ്റി 50യുടെ കേസിൽ എക്സ്പെക്ട് ചെയ്യാം. നിഫ്റ്റി 50യുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്നത് 22,800 പോയിന്റിലായിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഫേസ് ചെയ്യാൻ പോകുന്ന മേജർ റെസിസ്റ്റൻസ് 23,100 പോയിന്റിലായിരിക്കും. സോ നമുക്കൊരു നല്ലൊരു ഗെയിൻസ് കിട്ടാൻ നല്ല ചാൻസ് ഉള്ള ഒരു ബുള്ളിഷ് സെറ്റപ്പ് നിഫ്റ്റി 50 നമുക്ക് ഫോം ചെയ്തു വരുന്നത്.
അതോടൊപ്പം നിഫ്റ്റി ബാങ്കിലേക്ക് വരുന്ന സമയത്തും അവസാന നിമിഷങ്ങളിൽ 1223 പോയിന്റിന്റെ ഒരു മുന്നേറ്റമാണ് പ്രകടമാക്കിയിരുന്നത്. 49,424.05 എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞൊരു സെഷനിൽ നോക്കുമ്പോൾ 49,473 എന്നൊരു ഇഞ്ചാടെ ഹൈയിലേക്ക് ഉയരാൻ വേണ്ടിയിട്ട് നിഫ്റ്റി ബാങ്ക് സൂചിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഭൂരിഭാഗം ബാങ്കിങ് ഓഹരികളും ശക്തമായിട്ടുള്ള ഒരു മൂവ്മെന്റ് തന്നെയായിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും ICICI ബാങ്ക് തന്നെയായിരുന്നു കഴിഞ്ഞൊരു സെഷനിൽ ഏറ്റവും അധികം ലീഡ് ചെയ്തതെന്ന് നമുക്ക് നിസ്സംശയം പറയേണ്ടിയിരിക്കുന്നു. SBIയും ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് 2023 ഡിസംബർ 4 ശേഷം രേഖപ്പെടുത്തുന്ന ഏറ്റവും വലിയൊരു സിംഗിൾ ഡേ ഗെയിൻ ആയിരുന്നു കഴിഞ്ഞൊരു സെഷനിൽ നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് ഇനി പ്രധാനമായിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി ബാങ്ക് ഇന്നലെ ഒരു പുതിയ ഓൾ ടൈം ഹൈ ആയിരുന്നു നമുക്ക് നൽകിയത്. അടുത്ത മേജർ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്ന 49,800 പോയിന്റ്. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഫേസ് ചെയ്യാൻ പോകുന്ന മേജർ റെസിസ്റ്റൻസ് 50,500 പോയിന്റിലായിരിക്കും, 50,500 പോയിന്റ്സ്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ഇപ്പോൾ ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല. പ്രിയ സൂചിപ്പിച്ചതുപോലെ പല ബാങ്കിങ് സ്റ്റോക്സിലും ഇന്നലെ ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു പുതിയ ഓൾ ടൈം ഹൈയിലോട്ട് എത്തിയിട്ടുണ്ട്. ICICI ബാങ്ക് നോക്കുമ്പോഴേക്കും പുതിയൊരു ഓൾ ടൈം ഹൈ. HDFC ബാങ്കിന്റെ കേസ് നോക്കുമ്പോഴേക്കും നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ട്രേഡിംഗിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 1540. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ HDFC ബാങ്കിന്റെ കേസിലും നമുക്ക് നല്ല നേട്ടം ഷോർട്ട് ടേമിൽ എക്സ്പെക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ ICICI ബാങ്കും SBI ഒക്കെ തന്നെ ലീഡ് ചെയ്ത പോലെ തന്നെ AU ബാങ്കിനെ സംബന്ധിച്ചും 7% ഒരു നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 645 രൂപ റേഞ്ചിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. AU ബാങ്കിനെ സംബന്ധിച്ച് ഇനി നമ്മൾ പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ AU ബാങ്കിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിലും ലോങ് ടേം ട്രെൻഡ് ഇസ് ബെയറിഷ്. സോ AU ബാങ്കിന്റെ കേസിൽ നമുക്ക് ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാം. ഫ്രം എ പ്യുവർ ട്രേഡിംഗ് പെർസ്പെക്റ്റീവ് ഇന്ന് AU ബാങ്കിന്റെ കേസിൽ 649 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഷോർട്ട് ടേമിലെ ട്രേഡിംഗ് അവസരം ഈ സ്റ്റോക്കിൽ ലഭിക്കും. അതിനുശേഷം ഫേസ് ചെയ്യാൻ പോകുന്ന മേജർ റെസിസ്റ്റൻസ് 680 രൂപയിലായിരിക്കും. അതോടൊപ്പം തന്നെ മറ്റൊരു ബാങ്കിങ് സ്റ്റോക്ക് കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യൻ ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇന്ത്യൻ ബാങ്കിനെ സംബന്ധിച്ച് കഴിഞ്ഞൊരു സെഷനിൽ 6% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തി 558 രൂപ റേഞ്ചിൽ തന്നെയായിരുന്നു ഇന്ത്യൻ ബാങ്കിന്റെ ഓഹരികൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ത്യൻ ബാങ്കിനെ സംബന്ധിച്ച് അതിന്റെ പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്തും കഴിഞ്ഞൊരു 1 വീക്കായിട്ട് ഓൾമോസ്റ്റ് ഒരു 9% നേട്ടം നിക്ഷേപകർക്ക് നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ ബാങ്കിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു വ്യൂ എന്താണ്? സോ ഇന്ത്യൻ ബാങ്ക് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലായിരുന്നു ഓൾ ടൈം ഹൈ നമുക്ക് നൽകിയത് 573 രൂപയിൽ. ആൻഡ് മൈ എക്സ്പെക്ടേഷൻ ഈ ഒരു കൺസോൾട്ടേഷൻ ഫേസിന്റെ അവസാനത്തെ സ്റ്റേജിലോട്ട് നമ്മൾ വന്നിട്ടുണ്ട്. നമ്മൾ ഈ കമ്പനിയിൽ തീർച്ചയായിട്ടും വി ക്യാൻ ബിൽഡ് ലോങ് പൊസിഷൻസ്. 573 റെസിസ്റ്റൻസ് വിച്ച് ഇസ് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ ഓൾമോസ്റ്റ് ഇമീഡിയറ്റ്ലി ഒരു 20 മുതൽ 30 രൂപയുടെ നേട്ടം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ ഫെഡറൽ ബാങ്കിന്റെ കാര്യം കൂടി ആഡ് ഓൺ ചെയ്ത് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഫെഡറൽ ബാങ്കിനെ സംബന്ധിച്ച് ഈ വീക്കിൽ തന്നെ ഫെഡറൽ ബാങ്കിന്റെ റിസൾട്ടുകൾ വരാനിരിക്കുകയാണ്. ഫെഡറൽ ബാങ്ക് കഴിഞ്ഞ ദിവസം 2% നേട്ടത്തിൽ 160 രൂപ 40 പൈസ റേഞ്ചിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫെഡറൽ ബാങ്കിനോടൊപ്പം തന്നെ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊന്ന് ഫെഡ് ബാങ്ക് ഫിനാൻഷ്യൽ സർവീസസ് ആണ്. ഫെഡ് ബാങ്ക് കഴിഞ്ഞ ദിവസം 3% നേട്ടത്തിൽ തന്നെയായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഓഹരികളുടെ പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് കഴിഞ്ഞ 1 മന്ത് ആയിട്ട് ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ചും ഫെഡ് ബാങ്ക് ഫിനാൻഷ്യൽ 15% ഒരു മുന്നേറ്റം നൽകിയിട്ടുണ്ട്. ഫെഡറൽ ബാങ്കിനെ സംബന്ധിച്ച് 7% ഒരു മുന്നേറ്റമാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. ഈ രണ്ട് ഓഹരികളെ സംബന്ധിച്ച് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? ഫെഡറൽ ബാങ്കിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഫൈനാൻഷ്യൽ പെർഫോമൻസ് നോക്കുമ്പോഴേക്കും നല്ല മികച്ച ഫൈനാൻഷ്യൽ പെർഫോമൻസ് ഫെഡറൽ ബാങ്ക് നൽകിയിരിക്കുന്നത്. ബട്ട് കഴിഞ്ഞ 3 ക്വാർട്ടർലി റിസൾട്ട് വരുന്ന സമയത്തും ആ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഈ സ്റ്റോക്കിലെ കനത്ത സെല്ലിംഗ് നമുക്ക് കാണാൻ ഇടയായത്. സോ വി ഹവ് ഗോട്ട് ടു ബി വെരി വെരി കെയർഫുൾ ഇൻ ദ കേസ് ഓഫ് ഫെഡറൽ ബാങ്ക്. ഫെഡറൽ ബാങ്കിലെ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. ഫെഡറൽ ബാങ്കിന്റെ ഓൾ ടൈം ഹൈ ഇപ്പം നിലനിൽക്കുന്നത് ഇറ്റ് ഇസ് അറ്റ് 166 റുപ്പീസ്, 166 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബട്ട് ആ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന ദിവസത്തെ നമ്മൾ വി ഹാവ് ടു ബി പ്രിപ്പയർഡ് ഫോർ പ്രോഫിറ്റ് ടേക്കിംഗ്.
ഫെഡറൽ ബാങ്ക് ഫിനാൻഷ്യൽ സർവീസസിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ഫെഡറൽ ബാങ്ക് ഫിനാൻഷ്യൽ സർവീസസ് അടുത്ത കാലത്തായിരുന്നു ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. ആൻഡ് മാർച്ച് മാസത്തിൽ 109 രൂപയ്ക്ക് അടുത്ത ഒരു ഓൾ ടൈം ലോ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം സ്റ്റോക്കിൽ നമുക്ക് ഗ്രാജുവൽ ആയിട്ട് ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ഇറ്റ്. സ്റ്റോക്കിൽ ഫേസ് ചെയ്യാൻ പോകുന്ന 3 മേജർ റെസിസ്റ്റൻസ്, ആദ്യത്തെ 140, അതിനെ തുടർന്ന് 145, അതിനെ തുടർന്ന് ഈ സ്റ്റോക്കിന്റെ ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 153 രൂപയിൽ. അതോടൊപ്പം തന്നെ ഇന്നത്തെ വിപണിയിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു സെഷനിൽ റിസൾട്ട് റിലീസ് ചെയ്യാനിരിക്കുന്ന 1-2 കമ്പനികൾ കൂടി മെൻഷൻ ചെയ്യാണ്. ഇന്ത്യൻ ഓയിലിന്റെ റിസൾട്ടുകൾ ഇന്ന് വരാനിരിക്കുകയാണ്. കഴിഞ്ഞൊരു സെഷനിൽ 3% മുന്നേറ്റം രേഖപ്പെടുത്തി 176 രൂപ 60 പൈസ എന്ന റേഞ്ചിലായിരുന്നു ഇന്ത്യൻ ഓയിലിന്റെ ഓഹരികൾ ട്രേഡിംഗ് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ഇന്ത്യൻ ഓയിലിനെ സംബന്ധിച്ച് ഇന്നത്തെ സെഷനിൽ പ്രധാനമായിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ഇന്ത്യൻ ഓയിലിന്റെ കേസിൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഭാരത് പെട്രോളിയം, ഈ 3 സ്റ്റോക്സും കഴിഞ്ഞ ഒരു 4 ആഴ്ചകളായിട്ട് ഇറ്റ് ഹസ് ബീൻ അണ്ടർഗോയിങ് കറക്ഷൻ, കൺസോൾട്ടേഷൻ. ഇന്ത്യൻ ഓയിലിന്റെ കേസിൽ, സ്പെസിഫിക് കേസിൽ 180 രൂപയായിരിക്കാം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 195 രൂപയിലായിരിക്കും. എങ്കിലും നമ്മൾ ഈ 3 സ്റ്റോക്സും ശ്രദ്ധിച്ചിരിക്കേണ്ടത് ക്വാർട്ടർലി റിസൾട്ടിനേക്കാൾ മോർ ഇമ്പോർട്ടന്റ് ഐ തിങ്ക് വി ഹാവ് ടു വാച്ച് ദ പ്രൈസ് ഓഫ് ക്രൂഡ് ഓയിൽ. ക്രൂഡ് ഓയിൽ വരും ദിവസങ്ങളിൽ $80 സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ 3 സ്റ്റോക്സിലും നമുക്ക് വലിയൊരു മുന്നേറ്റം എക്സ്പെക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ അദാനി ഓഹരികൾ, മിക്ക അദാനി ഓഹരികളും ഈ വീക്കിൽ തന്നെയാണ് റിസൾട്ടുകൾ റിലീസ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ അദാനി എനർജി സൊല്യൂഷൻസും അദാനി ടോട്ടൽ ഗ്യാസുമാണ് അവരുടെ നമ്പേഴ്സ് റിലീസ് ചെയ്യാനിരിക്കുന്നത്. അദാനി എനർജി സൊല്യൂഷൻസിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു സെഷനിൽ നോക്കുമ്പോൾ 0.27% ഒരു ഇടിവോട് കൂടിയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അദാനി ടോട്ടൽ ഗ്യാസ് 0.14% ഒരു മുന്നേറ്റവും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ 2 സ്റ്റോക്കുകളിലുള്ള സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? ഓൾമോസ്റ്റ് ഏത് അഡാനി സ്റ്റോക്ക് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കാണാൻ സാധിക്കുന്ന ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്സിൽ ഒന്നും തന്നെ ഒരു ബൈയിങ് ട്രിഗർ കാണാൻ സാധിക്കുന്നില്ല. എങ്കിലും അദാനി എനർജി സൊല്യൂഷൻസിൽ നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ലെവല് 1120 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. അഡാനി ടോട്ടൽ ഗ്യാസിന്റെ കേസിൽ 1020 രൂപയായിരിക്കണം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രം നമുക്ക് ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. കഴിഞ്ഞൊരു സെഷനിൽ BSEയുടെ ഓഹരികളെ സംബന്ധിച്ച് വലിയൊരു ഇടിവിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഏകദേശം 18% ഒരു ഇടിവ് ഇൻട്രാഡേയിൽ കഴിഞ്ഞൊരു ഇൻട്രാഡേയിൽ BSEയുടെ ഓഹരികൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കമ്പനിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ BSEയെ സംബന്ധിച്ച് അവരുടെ ഓപ്ഷൻസ് കോൺട്രാക്ട്സിന് നോഷണൽ വാല്യൂ അടിസ്ഥാനമാക്കിയുള്ള റെഗുലേറ്ററി ഫീ നൽകണമെന്ന് സെബി നിർദ്ദേശം വന്നതിന് പിന്നാലെയാണ് BSEയുടെ ഓഹരികളിൽ കടുത്തൊരു ഇടിവ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. അവസാന നിമിഷങ്ങളിൽ 13% ഒരു ഇടിവിൽ 2785 രൂപ എന്ന റേഞ്ചിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. BSEയുടെ ഓഹരികൾ കൈവശമുള്ള നിക്ഷേപകർ പ്രധാനമായിട്ടും ഇനി ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ഇന്നലെ വന്ന ആ ഒരു വാർത്തയെ തുടർന്ന് നമ്മൾ കണ്ടത് ഇറ്റ് വാസ് എ പാനിക് സെല്ലിംഗ്. ആൻഡ് അതിൽ നമ്മൾ ഒരു ഇമ്പോർട്ടൻസും കൊടുക്കേണ്ട കാര്യമില്ല. ബിക്കോസ് അതിൽ എനിക്ക് ആസ് ഫാർ ആസ് ഐ എം കൺസേൺഡ് അതിൽ ഒരു സർപ്രൈസും എനിക്ക് തോന്നുന്നില്ലായിരുന്നു. നമ്മൾ BSE സ്റ്റോക്സ് നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ച് മാസത്തിൽ ഈ സ്റ്റോക്കിന്റെ ലോവസ്റ്റ് ലെവൽ 1941 രൂപയായിരുന്നു. അവിടെ നിന്നും കഴിഞ്ഞ ആഴ്ച നമുക്ക് റെക്കോർഡ് ഓൾ ടൈം ഹൈ 3364 രൂപ വരെ നേട്ടം BSE സ്റ്റോക്ക് നൽകിയിരുന്നു. ആൻഡ് അതിനെ തുടർന്ന് ഇന്നലെ കണ്ട ഇടിവ് ഇസ് ജസ്റ്റ് പ്രോഫിറ്റ് ടേക്കിംഗ്. സോ നമ്മൾ ഒരു വിധത്തിൽ ഈ സ്റ്റോക്കിന്റെ കേസിൽ പാനിക് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. സ്റ്റോക്കിന് വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് കാണാൻ സാധിക്കുന്ന 2370 രൂപ. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. സ്റ്റോക്ക് കറന്റ് ലെവൽസിൽ 2-3 ദിവസം കൺസോൾട്ടേറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ലോ റിസ്ക് ബൈയിങ് അവസരം ഈ സ്റ്റോക്കിൽ ലഭിക്കും. അതോടൊപ്പം റിസൾട്ട് റിലീസ് ചെയ്തിട്ടില്ല. കഴിഞ്ഞൊരു സെഷൻ റിസൾട്ട് റിലീസ് ചെയ്ത മെയിൻ കമ്പനി ഒന്ന് അൾട്രാടെക് ആണ്. നമ്മൾ ഓൾറെഡി ഇന്നലെയും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അൾട്രാടെക്കിനെ സംബന്ധിച്ച് പ്രോഫിറ്റിൽ 36% ഒരു
വർധനവ് കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. 2258 കോടി രൂപയായിട്ട് ഇത്തവണ അവരുടെ നെറ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. വരുമാനം പരിശോധിക്കുമ്പോഴും ഇയർ ഓൺ ഇയർ ബേസിസിൽ നോക്കുമ്പോൾ 9% മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 20,419 കോടി രൂപയായിട്ട് ഇത്തവണ അവരുടെ വരുമാനം രേഖപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. കമ്പനിയെ സംബന്ധിച്ച് കമ്പനി ഓഹരി ഒന്നിന് 70 രൂപ നിരക്കിൽ ഡിവിഡൻഡ് ആയിട്ട് നൽകുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അൾട്രാടെക് കഴിഞ്ഞ ദിവസം ടോപ്പ് ഗെയിനർ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 3% നേട്ടം രേഖപ്പെടുത്തി 9,975 റേഞ്ചിലായിരുന്നു ക്ലോസ് ചെയ്തത്. അൾട്രാടെക്കിനെ സംബന്ധിച്ച് ഇന്നത്തെ സെഷനിൽ നമ്മൾ പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? So Ultratech in the long-term trend നോക്കിക്കഴിഞ്ഞാൽ it has always been bullish for several months. പക്ഷേ ഷോർട്ട് ടേം നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് ഇറ്റ് ഹാസ് ബീൻ അണ്ടർഗോയിങ് കറക്ഷൻ കൺസോൾട്ടേഷൻ. ആൻഡ് ഇന്നലത്തെ സ്ട്രോങ് ക്ലോസിനെ തുടർന്ന് മൈ എക്സ്പെക്ടേഷൻ ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി മാറും. ഫൈനാൻഷ്യലി ഫണ്ടമെന്റലി വളരെ സ്ട്രോങ് ഒരു കമ്പനി. ഇറ്റ് ഇസ് ആൻ ഇൻഡെക്സ് ഹെവി വെയ്റ്റ്. നമ്മുടെ കൈവശം സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട, കണ്ടിന്യൂ ടു ഹോൾഡ് ഇറ്റ്. പുതിയ ലോങ് പൊസിഷൻസ് ഈ ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. നമ്മുടെ കൈവശം ഓൾറെഡി സ്റ്റോക്ക് ഉണ്ടെങ്കിൽ 10,300 ആൻഡ് അതിനെ തുടർന്ന് 10,500 ഈ രണ്ടും ആയിരിക്കും മേജർ റെസിസ്റ്റൻസ് ലെവൽസ്. അൾട്രാടെക്കിനെ കുറിച്ച് സംസാരിച്ചതുകൊണ്ട് മറ്റൊരു ഹെവി വെയ്റ്റ് ഇന്നലെ വളരെ സ്ട്രോങ് ആയിട്ട് പുതിയ ഓൾ ടൈം ഹൈയിൽ ക്ലോസ് ചെയ്തത് ഇറ്റ് വാസ് ഗ്രാസം ഷെയർസ് നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ അതും ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുക. ലോങ് ടേമിൽ ട്രെൻഡ് ഇസ് വെരി മച്ച് ബുള്ളിഷ് ആൻഡ് സ്റ്റോക്ക് ഇസ് പോയിസ്ഡ് ടു ബ്രേക്ക് 2,400 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് നല്ലൊരു സെറ്റപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം യൂക്കോ ബാങ്കും തങ്ങളുടെ നമ്പേഴ്സ് റിലീസ് ചെയ്തിട്ടായിരുന്നു. കമ്പനിയെ സംബന്ധിച്ച് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിനെ സംബന്ധിച്ച് 9% ഒരു കുറവാണ് ഇയർ ഓൺ ഇയർ ബേസിസിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 526 കോടി രൂപയായിട്ടാണ് ഇത്തവണ അറ്റാദായമായിട്ട് ബാങ്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ടോട്ടൽ ഇൻകം പരിശോധിക്കുമ്പോൾ 17% ഒരു വർധനവ് രേഖപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. 6,984 കോടി രൂപയായിട്ടാണ് ബാങ്ക് ടോട്ടൽ ഇൻകം ഇനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവരുടെ ഗ്രോസ് NPAയും നെറ്റ് NPAയും പരിശോധിക്കുന്ന സമയത്തും ഒരു ഇംപ്രൂവ്മെന്റ് രേഖപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. 7,726 കോടി രൂപയിൽ നിന്നും 6,463 കോടി രൂപയായിട്ട് അവരുടെ ഗ്രോസ് NPA കുറച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു. അതായത് 3.46% ഗ്രോസ് NPA ഒരു മാർജിനൽ കുറവൊക്കെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യൂക്കോ ബാങ്ക് കഴിഞ്ഞൊരു സെഷനിൽ പ്രകടനം വിലയിരുത്തുന്ന സമയത്ത് 2.81% നേട്ടമാണ് രേഖപ്പെടുത്തിയിരുന്നത്. 58 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. യൂക്കോ ബാങ്കിനെ സംബന്ധിച്ച് ഇന്നത്തെ വിപണിയിൽ ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ യൂക്കോ ബാങ്കിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയിട്ടും. ഈ സ്റ്റോക്കിന് വളരെ മേജർ ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്ന 62 രൂപയില്ല. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രം നമുക്ക് പുതിയൊരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 54 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഏതായാലും പ്രേക്ഷകരുടെ ക്വറീസ് ഒക്കെ തന്നെ അഡ്രസ്സ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. ധാരാളം പ്രേക്ഷകർ ധാരാളം സ്റ്റോക്കുകളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതിൽ ഒരു പ്രേക്ഷകൻ ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് NMDCയുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം NMDCയുടെ പ്രകടനം വിലയിരുത്തുന്ന സമയത്ത് 1.5% അടുത്തൊരു ഇടിവിൽ 254 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ NMDCയുടെ പാറ്റേൺ നോക്കുമ്പോഴേക്കും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് കഴിഞ്ഞ കുറച്ച് സെഷൻസ് ആയിട്ട് നമുക്ക് വലിയൊരു നേട്ടം ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. സോ ഷോർട്ട് ടേം നോക്കുമ്പോഴേക്കും നമ്മളൊരു അല്പം പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. അങ്ങനെ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു മേജർ സപ്പോർട്ട് 240 രൂപയിലായിരിക്കും. നമ്മളൊരു ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ നമ്മൾ അറ്റ് ദ മൊമെന്റ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. കറക്ഷൻ നടക്കുന്ന സമയത്ത് മാത്രം പുതിയ ലോങ് പൊസിഷൻസ് കൺസിഡർ ചെയ്യുക. സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ആവലോൺ ടെക്നോളജീസ് ലിമിറ്റഡിലെ സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 0.57% ഒരു ഇടിവിൽ 517 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ ആവലോൺ ടെക്നോളജിയുടെ പാറ്റേൺ നോക്കുമ്പോഴേക്കും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഈ കമ്പനിയിൽ നമുക്കൊരു സ്ട്രോങ് ബുള്ളിഷ് മൊമെന്റം കാണണമെങ്കിൽ 535 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ഷോർട്ട് ടേമിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി സ്റ്റോക്കിൽ ലഭിക്കാൻ പോകുന്നുള്ളൂ. ആവലോൺ ടെക്നോളജിയെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് ഇന്നലെ എൻ്റെ ശ്രദ്ധയിലോട്ട് വന്നിരിക്കുന്ന മറ്റൊരു ടെക്നോളജി സ്റ്റോക്ക് ഇസ് KPIT. സോ KPIT കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഒരു കൺസോൾട്ടേഷൻ കറക്ഷൻ ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ബട്ട് കഴിഞ്ഞ 3 സെഷൻസിൽ നമുക്ക് പുതിയൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്.
ഇന്നത്തെ ട്രേഡിംഗിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 1562 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ ഷോർട്ട് ടേമിൽ തന്നെ നമുക്ക് 100 മുതൽ 170 രൂപയുടെ നേട്ടം എക്സ്പെക്ട് ചെയ്യാം. അശ്വിൻ അശോക്, ഒപ്പം തന്നെ മല്ലിക എന്ന് പറഞ്ഞ പ്രേക്ഷകരൊക്കെ ചോദിച്ചിരിക്കുന്ന ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷനിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 1.77% ഒരു നേട്ടത്തിൽ 160 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ IRFCയുടെ കേസിൽ കഴിഞ്ഞ 2-3 മാസമായിട്ട് ഒരു കറക്ഷൻ കൺസോൾട്ടേഷൻ ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ആൻഡ് ആ ഒരു കറക്ഷൻ പൂർത്തിയായെന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നുമുണ്ട്. ആൻഡ് ഇൻ ദ ലാസ്റ്റ് 1 വീക്ക് നമുക്ക് നല്ല നേട്ടമായി സ്റ്റോക്കിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. അതിനെ തുടർന്ന് വി ഷുഡ് ബി പ്രിപ്പയർഡ് ഫോർ ലിറ്റിൽ ബിറ്റ് പ്രോഫിറ്റ് ടേക്കിംഗ്. പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 2 സപ്പോർട്ട് ഏരിയ 148ഉം 152ഉം. എനിക്ക് തോന്നുന്നില്ല ഈ ഒരു സപ്പോർട്ട് ലെവൽസ് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. പുതിയ ലോങ് പൊസിഷൻസ് ഓൺലി ഡ്യൂറിങ് കറക്ഷൻ. അലക്സ്, ഒപ്പം തന്നെ തങ്കമ്മ ചാക്കോ എന്ന് പറഞ്ഞ പ്രേക്ഷകർ ചോദിച്ചിരിക്കുന്നത് ടാറ്റ സ്റ്റീൽ ലിമിറ്റഡുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 0.97% മുന്നേറ്റത്തിൽ 167 രൂപ 40 പൈസയിലാണ് ക്ലോസ് ചെയ്തത്. സോ ടാറ്റ സ്റ്റീലിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബുള്ളിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ബട്ട് ഈ സ്റ്റോക്കിന് 170 രൂപയിൽ വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. കൈവശം പൊസിഷൻസ് ഉണ്ടെങ്കിൽ ക്വാർട്ടർലി റിസൾട്ട് വരുന്ന ദിവസം ശ്രദ്ധിച്ചിരിക്കുക. ബിക്കോസ് ആ ഒരു ടൈമിൽ നമുക്കൊരു അല്പം വോളറ്റിലിറ്റിക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. സ്റ്റോക്കിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ഏരിയ 161 രൂപ. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ മാത്രം ഷോർട്ട് ടേം ട്രെൻഡ്സ് ബെയറിഷായി മാറും. അറ്റ് ദ കറന്റ് ലെവൽസ് പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. അർജുൻ എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് അമരാജ ബാറ്ററീസിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 0.86% ഒരു ഇടിവിൽ 1103 രൂപയിലാണ് ഈ ഒരു സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ അമരരാജ ബാറ്ററിയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബുള്ളിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആൻഡ് മാർച്ച് മാസത്തിൽ 740 രൂപയുടെ ഒരു മേജർ ബോട്ടം ക്രിയേറ്റ് ചെയ്യുന്നതിന് ശേഷം ഒരു കറക്ഷനും ഇല്ലാതെ വി ഹവ് സീൻ കണ്ടിന്യൂസ് ബൈയിങ്. ആൻഡ് കഴിഞ്ഞ 4 സെഷൻസിൽ ആദ്യമായിട്ട് നമുക്കൊരു കറക്ഷൻ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ ഇടയായത്. സോ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. നമുക്ക് പുതിയ ലോങ് പൊസിഷൻസ് ഈ സ്റ്റോക്ക് 1140 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ സാധിക്കും. ടോണി എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഹഡ്കോയിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 0.15% നേട്ടത്തിൽ 228 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ ഹഡ്കോ ഇന്നലത്തെ ട്രേഡിംഗിൽ നമുക്ക് ഒരു ന്യൂ ഓൾ ടൈം ഹൈ ആയിരുന്നു നൽകിയത്. അതിനെ തുടർന്ന് ഈ സ്റ്റോക്കിൽ ഒരു അല്പം പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിരുന്നു. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദാറ്റ് ലോങ് പൊസിഷൻ. ഇന്നും നാളെയൊക്കെ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ടെങ്കിൽ ഈ സ്റ്റോക്കിന് 210, 215 ആ റേഞ്ച് വരെ കറക്റ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. പുതിയ ലോങ് പൊസിഷൻസ് ഓൺലി ഡ്യൂറിങ് കറക്ഷൻ. ഇന്നത്തെ ട്രേഡിംഗിൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ നോക്കരുത്. ഒപ്പം തന്നെ ഒന്നിലധികം പ്രേക്ഷകർ ചോദിച്ചിരിക്കുന്നത് സൊമാറ്റോയിലുള്ള സാറിന്റെ വ്യൂ ആണ്. സൊമാറ്റോയെ സംബന്ധിച്ച് സാറിന്റെ ഒരു കഴിഞ്ഞൊരു സെഷനിൽ 3% ഒരു നേട്ടത്തിൽ 194 രൂപയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സൊമാറ്റോയിലുള്ള സാറിന്റെ വ്യൂ. സോ സൊമാറ്റോയുടെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്. അറ്റ് ദ മൊമെന്റ് നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. മേജർ സപ്പോർട്ട് 180 രൂപ. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രം ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. പ്യോർ ട്രേഡിങ്ങിന് വേണ്ടി നമ്മളൊരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈവൻ കറന്റ് ലെവൽസിൽ നമുക്കൊരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. അടുത്ത മേജർ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്നത് 200 രൂപയിലായിരിക്കും. വേറൊരു പ്രേക്ഷകൻ ITCയിലുള്ള സാറിന്റെ വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തിൽ 0.45% ഒരു ഇടിവിൽ 438 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ ITCയുടെ ലോങ് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്. സ്റ്റോക്കിന് 440 രൂപയിൽ വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ലോങ് ടേം ട്രെൻഡ് വിൽ ബിക്കം ബുള്ളിഷ്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക. പുതിയ ലോങ് പൊസിഷൻ ഇന്നല്ലെങ്കിൽ ഈ ആഴ്ചത്തെ ട്രേഡിംഗിൽ 440 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ സാധിക്കും.
ഒപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ ഐഡിയയുടെ സാറിന്റെ വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അറിയേണ്ട ഷോർട്ട് ടേമിലേക്കും മീഡിയം ടേമിലേക്കുമുള്ള സാറിന്റെ ഒരു വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം ഐഡിയയെ സംബന്ധിച്ച് 3% ഇടിവിൽ 13 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ ഐഡിയയുടെ കേസിൽ 12 രൂപയിൽ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബേസ് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ബട്ട് ഐഡിയയുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡിയയുടെ ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ഒന്നും തന്നെ അവസാനിച്ചു എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. എങ്കിലും കഴിഞ്ഞ ആഴ്ച നടന്ന FPOനെ തുടർന്ന് കമ്പനിക്ക് പുതിയ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടി ഒത്തിരി ക്യാപിറ്റൽ ലഭിച്ചിട്ടുണ്ട്. സോ അതിനെ തുടർന്ന് നമുക്ക് ഷോർട്ട് ടേമിൽ ഒരു ബുള്ളിഷ് മൊമെന്റം പ്രതീക്ഷിക്കാം. നമ്മൾ ആ അല്പം റിസ്ക് എക്സ്ട്രാ ആയിട്ട് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ കറന്റ് ലെവൽസിൽ നമുക്ക് ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ബട്ട് അല്പം സേഫ് ആയിട്ട് നമുക്ക് ലോങ് പൊസിഷൻ എടുക്കണമെങ്കിൽ 15 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. 15ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 18 രൂപയിലായിരിക്കും. ഡാനിയൽ എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് അശോക് ലെയ്ലാൻഡിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 0.11% നേട്ടത്തിൽ 185 രൂപ 20 പൈസയിലാണ് ക്ലോസ് ചെയ്തത്. സോ ഒത്തിരി മാസങ്ങൾക്ക് ശേഷം അശോക് ലെയ്ലാൻഡ് ഹാസ് സ്റ്റാർട്ടഡ് പെർഫോമിംഗ് ആൻഡ് അശോക് ലെയ്ലാൻഡിന്റെ ലോങ് ടേം ട്രെൻഡ് കഴിഞ്ഞ 5-8 സെഷൻസിലുള്ള ട്രേഡിങ്ങിനെ തുടർന്ന് ഹാസ് ടേൺഡ് ബുള്ളിഷ്. സോ അശോക് ലെയ്ലാൻഡിന്റെ കേസിൽ നമ്മളിപ്പോൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ലോങ് ടേം ട്രെൻഡ് ഹാസ് ബിക്കം ബുള്ളിഷ്. ബട്ട് ഈ ഹൈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. കറക്ഷൻ നടക്കുന്ന സമയത്ത് 180, 178 ആ റേഞ്ചിൽ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വി ക്യാൻ കൺസിഡർ ലോങ് പൊസിഷൻ. കഴിഞ്ഞ ദിവസത്തിൽ 0.28% ഒരു ഇടിവിൽ 463 രൂപ 30 പൈസയിലാണ് ക്ലോസ് ചെയ്തത്. പ്രിയ, കമ്പനിയുടെ പേര് ഒരിക്കൽ കൂടെ പറയാവോ? വിപ്രോ സർ. സോ വിപ്രോയുടെ കേസ് എടുക്കുമ്പോഴേക്കും വിപ്രോയുടെ ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ് ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് ആ ഒരു വീക്ക്നെസ്സിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന് വന്നിട്ട് കഴിഞ്ഞ ക്വാർട്ടർലി പെർഫോമൻസ് വളരെ നല്ലതല്ലായിരുന്നു. ആൻഡ് ഓവറോൾ IT സെക്ടർ നോക്കുമ്പോഴേക്കും IT സെക്ടറിലും ഒരു വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. എങ്കിലും വിപ്രോയുടെ കേസിൽ 440 രൂപയിൽ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്തു വരുന്നുണ്ട്. ആ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് സ്ഥിരീകരിക്കുക. അതിനുശേഷം മാത്രം പുതിയ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യുക. റെസിസ്റ്റൻസ് നോക്കുമ്പോഴേക്കും 480 രൂപയില ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നത്. ഏതായാലും സാറിന് ഫ്രീ ആക്കുന്നതിന് മുൻപ് അവസാനമായിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കുകയാണ്. ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം 1%-ലധികം ഇടിവിൽ 1337 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ ഞാൻ ഒരു ഇടിവായിട്ട് അതിനെ സ്ഥിരീകരിക്കുന്നില്ല. കൊച്ചിൻ ഷിപ്പ്യാർഡ്, മാസഗോൺ ഡോക്ക്, ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ്, ഈ 3 സ്റ്റോക്കിലും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ സ്പെസിഫിക് കേസ് എടുക്കുമ്പോഴേക്കും മാർച്ച് മാസത്തിൽ 720 രൂപയായിരുന്നു ഇതിന്റെ ബോട്ടം ആൻഡ് മേജർ ബോട്ടം. ആൻഡ് കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിംഗിൽ ഈ സ്റ്റോക്ക് 1377 രൂപ വരെ നമുക്ക് നേട്ടം നൽകിയിരുന്നു. നാച്ചുറലി നമ്മൾ ഒരു അല്പം പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. മേജർ സപ്പോർട്ട് 1190 രൂപയിലായിരിക്കും. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. കറക്ഷൻ നടക്കുന്ന സമയത്ത് മാത്രം പുതിയ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യുക. താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന്. മാക്സിമം പ്രേക്ഷകരുടെ ക്വറീസ് ഒക്കെ തന്നെ നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ഏതായാലും മാർക്കറ്റ് പ്ലസിന്റെ പുതിയൊരു സെഷനുമായിട്ട് കാണാം. അതുവരേക്കും നന്ദി.